പറഞ്ഞ് മടുത്തതാണെന്നറിയാം, എങ്കിൽ പോലും ചോദിക്കണം, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? അവരുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണോ ഇപ്പോൾ? ഇന്നലെ നമ്മള് കളക്ടറിനെ കാണാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയത്. 2 ഷിപ്പ് കാര്യമായിട്ട് തിരച്ചിൽ നടത്തുമെന്നും പറഞ്ഞ് പിന്നെ രാവിലെ സമയം ദീർഘിപ്പിക്കാന്ന് പറഞ്ഞു, സെർച്ചിന്റെ സമയം ദീർഘിപ്പിക്കാമെന്ന് പറഞ്ഞു. ഏരിയൽ സെർച്ചൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് കോസ്റ്റ് ഗാർഡിനോട് സംസാരിച്ചതിന് ശേഷവും നമുക്ക് 1.5 മണിക്കൂർ സെർച്ച് നടത്തുള്ളൂ. ഒരു അരമണിക്കൂർ അവർക്ക് ട്രാവലിന്റെ കാര്യത്തിന് വേണ്ടി പോയാലും 1 മണിക്കൂർ സെർച്ച് നടത്താൻ എത്ര എഫിഷ്യന്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അരമണിക്കൂറല്ല, അരമണിക്കൂറിൽ കൂടുതൽ അവരുടെ ട്രാവലിന്റെ കാര്യത്തിന് മാത്രം വരും. സെർച്ചിങ്ങിന് എത്ര മണിക്കൂർ എഫിഷ്യന്റ് ആയിട്ട് എടുത്തെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് 3 മണിക്കൂർ ഏരിയൽ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് നല്ല രീതിയിൽ അവരെ പ്രഷർ ചെയ്യാം. അതുപോലെ തന്നെ തമിഴ്നാട് ഭാഗത്തോട്ടൊരു സെർച്ച് കാര്യമായിട്ട് നടത്താം എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. പിന്നെ അറിയാനായിട്ട് സാധിച്ചത് ഇവിടെ ഫിഷറീസ് മന്ത്രി എന്തോ നമ്മളെ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചു. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. നമ്മളെ കണക്ട് ചെയ്തത് ഒന്ന് ADയും പിന്നെ DDയും പിന്നെ നമ്മുടെ കളക്ടറാണ് നമ്മളത് കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്ന് കാര്യമായിട്ടൊരു തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എത്രത്തോളം ആണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ കരയിലെ ഒരു സെർച്ച് നടത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ കടലിൽ ശരിയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കണ്ടു മനസ്സിലാക്കാനായിട്ട്. പക്ഷെ അതിന്റെ അപ്ഡേഷൻസ് ഇന്ന് വൈകുന്നേരം ഒരു അപ്ഡേഷൻ വരുമെന്ന് പറയും. ഇപ്പൊ ഇത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട്, എത്രത്തോളമാണ് അവരുടെ സെർച്ച് എന്നുള്ളത് ഇന്ന് വൈകുന്നേരം അവരൊരു അപ്ഡേഷൻ കൂടി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ 2017 ഓഖി സമയം മുതലേ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ. ഈ രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അതിന്റെ എഫക്റ്റീവ്നെസ്സിലോട്ട് എത്തുന്നത് അതിന്റെ ഗോൾഡൻ അവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റ് നടന്ന ആ ഒരു സമയത്ത് ഇടപെടുമ്പോഴാണ്. അങ്ങനെ നടന്നു പോവാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ സിസ്റ്റം എത്രത്തോളം വീക്കാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോ 8ാമത്തെ ദിവസമായി. 8 ദിവസമായിട്ട് കടൽ നഷ്ടപ്പെട്ട ഒരാളുടെ വിവരം, നമ്മൾ അന്വേഷിക്കുന്ന വിവരമാണ്. ആ വിവരം, പുള്ളിക്കാരൻ എവിടെയാണ്, പുള്ളിയുടെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ പറ്റാത്തത്ര വീക്ക് സിസ്റ്റം അല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത്. അന്വേഷിക്കാനൊക്കെ പറ്റും, പക്ഷെ യാഥാർത്ഥ്യമാണ് ഇവര് അവരുടെ വികസനത്തിനും അവരുടെ ടെക്നോളജിക്കും അത്യാവശ്യമായിട്ടുള്ള ഫണ്ട് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കളക്ടറിന്റെ അവിടെ പോയപ്പോഴും കളക്ടർ നിസ്സഹായമായിട്ട് നിന്നൊരു ഉള്ള സാധനങ്ങൾക്ക് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഉള്ള സാധനങ്ങൾ ഒരു മാക്സിമം ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിൽ ഉള്ള സാധനങ്ങളെ നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ വെതർ കണ്ടീഷൻ ഓക്കെ അല്ല. വെതർ കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഏരിയൽ സെർച്ചിൽ ടേക്ക് ഓഫ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ വെതർ ഓക്കെ അല്ലെങ്കിലും നമുക്ക് സെർച്ച് നടത്തേണ്ട സാധനങ്ങൾ ഉണ്ടോ ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ ഫണ്ട് നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അനാവശ്യ ചിലവുകൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള അത്യാവശ്യ സാഹചര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഫണ്ടുകൾ എവിടെ? ഫിഷറീസ് വകുപ്പിന് വേണ്ടിയിട്ട് എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? നമുക്ക് ശക്തമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിയന്തര സഹായമായിട്ട് മറ്റിടങ്ങളിൽ ഇത്രയേറെ പൈസകൾ അവര് കൊടുക്കുമ്പോൾ, ഇത്രയേറെ സഹായം കൊടുക്കുമ്പോൾ ഇന്ന് വരെ നാളിതുവരെ മത്സ്യത്തൊഴിലാളികൾക്കോ മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾക്കോ അത് ദുരിതം അനുഭവിക്കുന്നവർക്കോ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർക്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്ത് അടിയന്തര സഹായമാണ് ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്? വള്ളവും വലയും നഷ്ടപ്പെട്ട, ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ വരെ കഴിയുന്നവരുണ്ട്. അവർക്ക് അന്നുള്ള ഭക്ഷണത്തിനുള്ളതാണ് അവർ കടലിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ട് ജീവിക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നെന്ന് അന്വേഷിച്ചു നോക്കിയോ? ഇതിന്റെ വകുപ്പ് മന്ത്രി എവിടെയാണ്? ഇതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുന്നത്? ഇതിന്റെ ഉത്തരവാദിത്വം ഏത് മന്ത്രിക്കാണ്? ആ മന്ത്രി എന്തുകൊണ്ട് ഇവിടെ എത്തി നോക്കിയില്ല? നിങ്ങൾ കാര്യം പറയുമ്പോൾ പറയാം അവിടെയും ദുരന്തമല്ലേ സംഭവിച്ചത്. ശരിയാണ്, അവിടെയും ദുരന്തമാണ് സംഭവിച്ചത്, ഇവിടെയും ദുരന്തമാണ് സംഭവിച്ചത്. ഒരു മന്ത്രി അല്ലല്ലോ കേരളത്തിലുള്ളത്. മാത്രമല്ല സംഭവം നടന്ന് ഇന്ന് 8ാമത്തെ ദിവസമാകുമ്പോ ഒരു ദിവസം
എത്തി നോക്കാൻ പറ്റത്തില്ലേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഇത് തീരദേശമായതുകൊണ്ടാണ്. നിങ്ങൾ എങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞത്? ഇത് ഇന്ന് മാത്രമല്ല പറയുന്നത്, കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നതാണ്. നമുക്കൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോ 2018 മഴ അതിശക്തമായപ്പോ പ്രളയ സമയത്ത് ഇവര് മത്സ്യത്തൊഴിലാളികളെ പ്രളയത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. അപ്പോ മത്സ്യത്തൊഴിലാളികൾ പോയി, അത് സക്സസ്ഫുൾ ആകാനുള്ളൊരു ഇടയുണ്ടായി. ആ റെസ്ക്യൂ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകാനുള്ളൊരു ഇടയുണ്ടായി. ഇന്നും അതേ മഴക്കെടുതി, അതുപോലൊരു മറ്റൊരു മഴക്കെടുതി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? മറ്റൊന്നും ആലോചിക്കാതെ മത്സ്യത്തൊഴിലാളികളെ വിളിക്കാം എന്നൊരു മൈൻഡ് വന്നു. ഇതുപോലെ തന്നെയാണ് ഓഖി സമയത്ത് ആദ്യം കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകളിൽ മത്സ്യത്തൊഴിലാളികളെ കയറ്റാൻ അവർ വിസമ്മതിച്ചെങ്കിലും പിന്നീടുണ്ടായ പ്രശ്നം കാരണം മത്സ്യത്തൊഴിലാളികളെ കയറ്റി അവർ അന്വേഷണം നടത്തിയപ്പോൾ ഊർജിതമായ രീതിയിൽ അന്വേഷണം സംഘടിപ്പിക്കാനും അതുപോലെ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും സാധിച്ചു. ഇത് റെസ്ക്യൂ ഓപ്പറേഷനിൽ നോട്ട് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ട് അടുത്തൊരു സന്ദർഭത്തിൽ വീണ്ടും മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ വീണ്ടും നിവേദനങ്ങളും പെറ്റീഷനുകളുമായിട്ട് പോവേണ്ടിയിരിക്കുന്നു? എന്തുകൊണ്ട് ഇത്രയും കാലയളവിൽ ഇവരൊരു റെസ്ക്യൂ ഓപ്പറേഷനിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നില്ല? കൃത്യമായിട്ട് കടലോല മേഖലയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ കടലിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായാൽ രക്ഷപ്പെടുത്തേണ്ട കൃത്യമായിട്ടുള്ള ഒരു SOP ഇവരുടെ കയ്യിൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ജനറൽ SOP, എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെ എന്തൊക്കെ നടത്താനുള്ളത് ആ സംഭവം തന്നെയാണ് കടലിലും ചെയ്യുന്നത്. പക്ഷെ കടലും കരയും ഒന്നാണോ? ഇല്ല. അവിടെ വ്യത്യസ്തമായ ഒരു SOP, അതായത് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, അടിയന്തരമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വേണം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് നമുക്ക് വേണം. കാരണം രാത്രികളിലും പകലുകളിലും പണിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അനാവശ്യമായ ഡിപ്പാർട്ട്മെന്റുകൾ എടുത്ത് മാറ്റി അത്യാവശ്യമായ ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ ഊർജിതമാക്കി അവര് സംഘടിപ്പിക്കണം. ചുമ്മാ വന്നിരുന്ന് പൈസ വാങ്ങാനല്ലല്ലോ നമ്മൾ ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നത്. നമ്മുടെ ടാക്സ് എടുത്തല്ലേ അവര് ഇത് ചെയ്യുന്നത്. നമ്മൾ ആരുടെയും ഔദാര്യമല്ലല്ലോ ചോദിക്കുന്നത്, നമ്മുടെ അവകാശമല്ലേ ചോദിക്കുന്നത്. ഈ പറയുന്നത് പോലെ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ അതിനെ പിടിച്ചു നിൽക്കാനുള്ള? അതായത് ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാരം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മത്സ്യത്തൊഴിലാളി സ്കിൽഫുൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇതും ഇട്ടുകൊണ്ട് അവന് വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ആ സാഹചര്യത്തെ ചെറുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളല്ലേ നൽകേണ്ടിയിരുന്നത്. ഇത് മനുഷ്യന് യൂസ് ചെയ്തുകൊണ്ട് ഒരു മത്സ്യത്തൊഴിലാളി നിങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഒരു മത്സ്യത്തൊഴിലാളി ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്ത് അവര് മീൻ പിടിക്കുന്നതായിട്ട് പറ്റത്തില്ല. ഇല്ല, കാരണം അവൻ ആ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അവൻ പോകുന്നത് വിനോദയാത്രക്കല്ല കടലിൽ, അവൻ ജോലി ചെയ്യാനാണ് പോകുന്നത്. അവൻ എടുക്കുന്ന വസ്ത്രം വളരെ ലിമിറ്റഡ് ആക്കിയാണ് അവൻ യൂസ് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പൊ ഇത്രയും ഭാരമുള്ള സാധനവും കൊടുത്തിട്ട് നിങ്ങൾ അവന് ചെയ്യേണ്ട ജോലിക്കുള്ള ഉപകരണമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇത് പറഞ്ഞല്ലോ, ഈ സംഭവങ്ങൾ പറഞ്ഞല്ലോ, ഈ നാളിതുവരെ ഇവര് അഗ്രികൾച്ചറിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത സാറ്റലൈറ്റുകൾ ഒത്തിരി ഉണ്ട്. അഗ്രികൾച്ചറിന് വേണ്ടി സെക്ടറിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത സാറ്റലൈറ്റുകളുണ്ട്. പക്ഷേ നമ്മുടെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ വെതറിന്റെ കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള വെതർ പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ പോട്ടെ 2-way കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു സാറ്റലൈറ്റ്, എന്തെങ്കിലും ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഓർക്കണം, ഒരു തീരദേശം മുഴുവനും ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ISRO, നമ്മൾ ഇന്ന് കാണുന്ന ISRO അവിടെ ഇരിക്കുന്നത്. ആ തീരദേശത്തിന് ടെക്നോളജി എന്താണ് മടക്കി നൽകിയത്? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതായത് ഇത് കാണാതായവരെ കണ്ടു കിട്ടിയാലും തീരുന്ന പ്രശ്നമല്ല. ഇത് തുടർച്ചയായിട്ട് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതാണ് ഈ പറയുന്ന പോലെ നിങ്ങളും മക്കളാണെങ്കിലും മക്കളുടെ കൂടെയുള്ള ഇത്രയും വലിയൊരു സമൂഹം കൂട്ടത്തോടെ ആളുകൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളുണ്ട്. അതായത് നിങ്ങൾ വേറെ ആർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നുള്ള രീതിയിൽ, മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ആണ് ശരിയെന്ന് പറയുന്ന രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അതിനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? ഇതിനോട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ആർക്കും വേണ്ടിയിട്ട്, ഇത് ഏത് സർക്കാരായിരുന്നെങ്കിലും ഞങ്ങൾ ചോദിക്കേണ്ടതാണ്. ഞങ്ങളൊരു പാർട്ടിയോടല്ല ചോദിക്കുന്നത്, ഞങ്ങൾ കോൺഗ്രസിനോടോ കമ്മ്യൂണിസ്റ്റിനോടോ അല്ല ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ഇന്ന് ഭരിക്കുന്ന സർക്കാരിനോടാണ്. ഞങ്ങളുടെ ആവശ്യം ചോദിക്കേണ്ടത് ഞങ്ങളുടെ സർക്കാരിനോട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബോധ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല.